ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽ ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ നന്നാക്കിയിട്ട് കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളറ് ലൈൻ പോലെ ഉണ്ടാവും. അപ്പോൾ അതെടുത്ത് കളയണം. നമ്മളെപ്പോഴും ചെമ്മീൻ നന്നാക്കുമ്പോൾ അതെടുത്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ അതോടൊക്കെ കഴിക്കുകയാണെങ്കിൽ വയറുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ചെമ്മീൻ നന്നാക്കുമ്പോൾ ഇത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം വേണം അത് റോസ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം നല്ലപോലെ മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 10 മിനിറ്റ് റെസ്റ്റിനായിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം ഈ ചെമ്മീൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെമ്മീൻ്റെ ഒരു സൈഡ് ആവുന്നതിന് അനുസരിച്ച് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് അങ്ങനെ 2 സൈഡ് നമുക്ക് വറുത്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. എപ്പോഴും ചെമ്മീനിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ മസാല ചേർക്കില്ലേ, ആ മസാല എപ്പോഴും കുറവ് ചേർക്കുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ മസാലയൊക്കെ കരിഞ്ഞ് ആകെ കറുത്ത കളറായി പോകും. അപ്പോൾ അതിലിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മസാലയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറയുന്നത്. നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ മസാലയൊക്കെ ചേർക്കുമല്ലോ, അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്, ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ചെമ്മീൻ്റെ ഈ ഭാഗം ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ചെമ്മീൻ്റെ 2 സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് പകർത്തുകയാണ്. ഇനി ബാക്കി ചെമ്മീനും കൂടിയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെമ്മീൻ റോസ്റ്റിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഈ ട്രിപ്പ് ചെമ്മീനും കൂടിയും ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചെമ്മീനെല്ലാതും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സെയിം പാനിൽ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് റോസ്റ്റ് ഉണ്ടാക്കണം പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊപ്പം 1 ഉണ്ട വെളുത്തുള്ളി ചതച്ചത്, 20ഓളം ചുവന്നുള്ളി ചതച്ചെടുത്തത്, 1 മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത്, ഇതെല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയുടെ പച്ചമണം എല്ലാം മാറി വരണം. അതുപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ ഒന്ന് വാടി വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഇത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. അതുപോലെ ചുവന്നുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടിയായാലും മതി. അപ്പോൾ അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാതും മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള തക്കാളി എല്ലാതും നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി കണ്ടില്ലേ, വെന്ത് നല്ല പോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 മുറി നാളികേരത്തിൻ്റെ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1-ാം പാൽ 2-ാം പാലൊന്നുമില്ല, കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത പാലാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അഥവാ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കൊടംപുളിയുടെ 1 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചെമ്മീൻ ഈ നാളികേരപ്പാലിൽ കിടന്നിട്ട് ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നാളികേരപ്പാലെല്ലാം അതും വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ചെമ്മീനും ആ നാളികേരപ്പാലൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി നേരത്തെ നമ്മൾ ഒഴിച്ചില്ലേ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കാനും കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ എന്തായാലും ചെമ്മീൻ റോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ചെമ്മീൻ റോസ്റ്റ് വൈറ്റ് റൈസിലേക്കാണെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തിയിലേക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ എടുക്കില്ലേ, അപ്പോൾ കഴിക്കുമ്പോൾ ഒരു സൈഡായിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വറ്റിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണിനടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.